ക്വീൻ മേരി എന്ന കപ്പൽ 1936 ബ്രിട്ടനിലെ സതാംപ്ടണിൽ നിന്നും അമേരിക്കയിലേക്ക് അതിന്റെ ആദ്യത്തെ യാത്ര നടത്തിയത്. പിന്നീട് കുറെ കാലം കടലിലെ ആഡംബര യാത്രാ കപ്പലായി ക്വീൻ മേരി അറിയപ്പെട്ടിരുന്നു. വിൻസ്റ്റൺ ചർച്ചിലിനെ പോലെയുള്ള പ്രമുഖർ ഒരു കാലത്ത് ഇതിൽ യാത്ര ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സൈനികരെ വഹിക്കാനുള്ള കപ്പലായി മാറുകയായിരുന്നു ക്വീൻ മേരി. ഹിറ്റ്ലറുടെ നാസി സേനയ്ക്കെതിരായ പോരാട്ടത്തിനാണ് ഇത് ഉപയോഗിക്കപ്പെട്ടത്. ഈ കപ്പലിന്റെ അതിവേഗത കാരണം ജർമ്മൻ ബോട്ടുകൾക്ക് അതിനെ പിന്തുടരാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാലാണ് അതിന് ഗ്രേ ഗോസ്റ്റ് എന്ന ഒരു പേര് ലഭിച്ചത്. ഒരേ സമയം 15,000-ലധികം സൈനികരെ വഹിക്കാൻ കഴിവുള്ള ഈ കപ്പൽ യുദ്ധത്തിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു. എന്നാൽ 1942 സംഭവിച്ച ഒരു ദുരന്തമാണ് പിന്നീട് ഈ കപ്പലിനെ ഭീതിയുടെ പ്രതീകമായി മാറ്റിയത്. അയർലൻഡിന്റെ വടക്കൻ തീരത്തിനടുത്ത് സഞ്ചരിക്കുമ്പോൾ ക്വീൻ മേരി ബ്രിട്ടീഷ് അകമ്പടി കപ്പലായ HMS കുറക്കോയുമായി കൂട്ടിയിടിച്ചു. വലുപ്പത്തിൽ 20 മടങ്ങ് വലിയ ക്വീൻ മേരി ചെറിയ കപ്പലിനെ കീറിമുറിച്ച് മുന്നോട്ട് പോയി. അതോടെ നൂറുകണക്കിന് സൈനികർ അറ്റ്ലാന്റിക് കടലിൽ മുങ്ങി മരിച്ചു. ആക്രമണ ഭീഷണി കാരണം ക്വീൻ മേരി നിർത്താതെ യാത്ര തുടർന്നു എന്നാണ് പറയുന്നത്. ജീവൻ രക്ഷിക്കാനായി അന്ന് കടലിൽ പൊന്തിക്കിടന്നവരെ പിന്നീട് രക്ഷാക്കപ്പലുകളാണ് കണ്ടെത്തിയത്. ഈ സംഭവം ഈ കപ്പലിനെ ചരിത്രത്തിൽ ഒരു ദുരന്തമായി അടയാളപ്പെടുത്തി. യുദ്ധം അവസാനിച്ചപ്പോൾ ക്വീൻ മേരി വീണ്ടും പഴയ ആഡംബര കപ്പലായി മാറിയെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹ കഥകൾ ഒരിക്കലും അവസാനിച്ചില്ല. നിരവധി നാവികരുടെ ജീവനെടുത്ത കപ്പൽ എന്ന നിലയിൽ ക്വീൻ മേരിയെ ആളുകൾ ഭയപ്പെടാൻ തുടങ്ങി. 50ഓളം ദുർമരണങ്ങൾ പിന്നീട് ഈ കപ്പലിൽ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനാലാണ് കപ്പലുമായി ബന്ധപ്പെട്ട് നിരവധി പ്രേത കഥകളും പ്രചരിച്ചത്. ക്വീൻ മേരിയിലെ പ്രേതങ്ങളെ പലരും പലതവണ കണ്ടതായി അവകാശപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രേതമാണ് വൈറ്റ് ലേഡി. ഈ വൈറ്റ് ലേഡിയുടേത് എന്ന് പറയപ്പെടുന്ന ഒരു ഫോട്ടോയും പ്രചരിച്ചിരുന്നു. അത് ചില പത്രങ്ങളിലൊക്കെ അച്ചടിക്കുകയും ചെയ്തു. വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ ഈ സ്ത്രീരൂപം ഫസ്റ്റ് ക്ലാസ് വിഭാഗത്തിന് മുന്നിലുള്ള സെലൂണിന് സമീപത്തായാണ് കാണപ്പെടുന്നതെന്നും ചില യാത്രക്കാർ പറഞ്ഞിരുന്നു. അതിലെ മറ്റൊരു പ്രേതമാണ് ജോൺ ഹെൻറി. ഈ കപ്പലിന്റെ ബോയിലർ റൂമിലായിരുന്നു ഹെൻറി ജോലി ചെയ്തിരുന്നത്. അവിടെ എന്തോ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ഹെൻറി പിന്നീട് പ്രേതമായി മാറി അവിടെ തന്നെ തുടരുന്നു എന്നാണ് കഥകൾ. കപ്പലിന്റെ അവസാന കാലത്തെ ക്യാപ്റ്റനായിരുന്ന ട്രഷർ ജോൺസും പ്രേതമായി ഇവിടെ ചുറ്റിത്തിരിയുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ വിരമിച്ച ശേഷം പ്രായമായി മരിച്ച ജോൺസ് എങ്ങനെ വീണ്ടും പ്രേതമായി കപ്പലിൽ എത്തിയെന്നും പലരും ചോദിക്കുന്നുണ്ട്. 1967 1000 അടി നീളമുള്ള ഈ കപ്പൽ കാലിഫോർണിയയിലെ ലോങ് ബീച്ചിൽ നങ്കൂരമിട്ടത്. പിന്നീട് ഇത് കടൽ യാത്രക്ക് ഉപയോഗിച്ചിട്ടില്ല. അന്നു മുതൽ ഇന്ന് വരെ ഇതൊരു ഹോട്ടലും വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. പേടിപ്പെടുത്തുന്ന പ്രേതകഥകളിൽ താല്പര്യമുള്ള വിനോദസഞ്ചാരികൾ ധാരാളമായി അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ക്വീൻ മേരിയിലെ ടൂറിസം വിപുലീകരിക്കാൻ വേണ്ടി ഹലോവിൻ ദിനത്തിൽ ഡാർക്ക് ഹാർബർ എന്ന പ്രശസ്തമായ പരിപാടിയും കപ്പലിൽ നടക്കുന്നു. കപ്പലിന്റെ ദുരൂഹത വളർത്താനായി പ്രേതകഥകൾക്ക് പൊടിപ്പും തൊങ്ങലും വെച്ച് നല്ല പ്രൊമോഷനും കപ്പലിന്റെ ഉടമസ്ഥയിലുള്ള കമ്പനി ഇറക്കി വിടുന്നുണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ പോലും ഈ കഥകളുണ്ട്. ഈ കപ്പലിലെ ഏറ്റവും പ്രശസ്തമായ B340 എന്ന സ്റ്റേറ്റ് റൂമാണ് പ്രേതബാധയുള്ള മുറി എന്ന പേരിൽ 30 വർഷത്തോളം അടച്ചിട്ടിരുന്നത്. ഈ മുറി 2018 വീണ്ടും തുറന്നു കൊടുത്തു. അതിനുശേഷം അവിടെ താമസിച്ച ചിലർ പറയുന്നത് രാത്രിയിൽ സ്വയം ടാപ്പുകൾ തുറക്കുന്നതായും ചുവരുകളുടെ ഉള്ളിൽ നിന്ന് മുട്ടുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നതായും ഒക്കെയാണ്. പെട്ടെന്ന് തണുപ്പ് കൂടുക, വാതിലിന്റെ ഹാൻഡിൽ സ്വയം ചലിക്കുക എന്നീ അനുഭവങ്ങളും പലരും പിന്നീട് പങ്കുവച്ചിരുന്നു.